ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് പറയാം. എൻ്റെ ഒരു അടിപൊളി ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് മേടിച്ച അക്വേറിയമാണ്. അതൊരു പ്ലാന്റഡ് അക്വേറിയം ആയിരുന്നു. അതിൽ ഓക്സിജനേഷനും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്ന ഒരു അക്വേറിയമാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം. ഓക്കെ, അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വട്ടം ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ തൃശ്ശൂർക്ക് തിരിച്ചു വന്നു. തൃശ്ശൂരിൽ നിന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നു. അങ്ങനെ കുറേ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് വന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് അപ്പോൾ തന്നെ അക്വേറിയം തിരിച്ച് സെറ്റ് ചെയ്തു. പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും അലൈവായിരുന്നു. ഫിഷിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂർ വന്നപ്പോൾ ഒരു പണി കിട്ടി. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂർ മൊത്തത്തിൽ വെള്ളത്തിന് ക്ഷാമം തന്നെയാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് ഞങ്ങളുടെ അക്വേറിയം തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഫാമിലി എത്തിച്ചേരേണ്ട വന്നു. ഓക്കെ, അപ്പോൾ അക്വേറിയം കഴിഞ്ഞ 6 മാസമായിട്ട് ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ള ഈ 2 ഫീറ്റ് അക്വേറിയം കഴിഞ്ഞ 6 മാസമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പഴയ ചെടികളും പിന്നെ പഴയ അക്വാസ്കേപ്പിങ്ങിൻ്റെ കല്ലുകളും മറ്റേ മരത്തിൻ്റെ വലിയ കഷ്ണവും അതൊക്കെ വെച്ച് എടുക്കുമായിരുന്നു. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ അനോബിയാസും ബാക്കിയുള്ള പ്ലാന്റ്സും ഒക്കെ ചത്തുപോയി. ഇതിൻ്റെ കൂടെ വന്നിരുന്ന എൻ്റെ കുറച്ച് ഫിഷുകളും അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഓക്കെ, അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു, വേറെ അക്വേറിയത്തേക്ക് ഇട്ട് ട്രൈ ചെയ്തു. പക്ഷെ അവർക്ക് സ്പേസിൻ്റെ പ്രശ്നം കൊണ്ട് ആരും തോന്നുന്നു അവർ ചാടുകയും പിന്നെ പരസ്പരം ഫൈറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ആയിട്ട് ചത്തുപോയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ആകെ ഒരു L സീരീസ് പ്ലക്കോ മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ അക്വേറിയത്തിനൊന്ന് റിവൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാനത് പ്ലാന്റഡ് ടാങ്കായിട്ടല്ല റിവൈവ് ചെയ്യുന്നത്. ഒരു സാധാരണ മണലിട്ട നല്ലൊരു ടാങ്ക്, നോർമൽ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാങ്കായിട്ടാണ് ഞാനിതിനെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായി തന്നെ ഞാനിതിലത്തെ കല്ലുകളും പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മരത്തിൻ്റെ ചില്ലകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തു. ആ കല്ലുകളൊക്കെ ഞാൻ നല്ലോണം ടാപ്പ് വാട്ടറിലിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് അക്വേറിയം ഡ്രൈ ആയി കിടക്കുന്നു. മണലൊക്കെ ഫുള്ള് പൊടി ഉണ്ടാവും. അപ്പോൾ 1-2 വട്ടം നമ്മൾ വാട്ടർ സൈക്കിൾ ചെയ്യണം. വാട്ടർ നമ്മൾ വാഷ് ചെയ്യാനെടുക്കുക, എന്നിട്ട് കളയുക. വാഷ് ചെയ്തിട്ട് നല്ലോണം ചില്ലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് നമ്മൾ വീണ്ടും തിരിച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് 2-3 ഫിൽട്രേഷൻ ഇടുക. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആണെങ്കിൽ ഡീക്ലോറിനേറ്ററും ആ വക കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം വാങ്ങണം രണ്ടാമത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പണിക്ക് കിടക്കുകയാണ്. ആദ്യമേ തന്നെ നമുക്ക് അക്വേറിയം ഒന്ന് വാഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യമേ തന്നെ ഞാൻ ചില്ലുകളിലൊക്കെ വെള്ളം തളിക്കുകയാണ്. കാരണം ചില്ല് നല്ല ഡ്രൈ ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചില്ലിൽ സ്ക്രാച്ച് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചില്ല് നല്ലോണം ടേക്ക് കെയർ ചെയ്യണം. അല്ലെങ്കിൽ ചില്ലിൽ സ്ക്രാച്ച് വന്നാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ചില്ലില് മറ്റേ സ്റ്റെയിനോ അല്ലെങ്കിൽ മറ്റേ വെള്ളത്തിൻ്റെ എന്തെങ്കിലും പാടൊക്കെ ആണെങ്കിൽ പിന്നെയും കെമിക്കൽസ് വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില്ലും ഒന്നും ചെയ്യാം. അപ്പോൾ 2 ടൂത്ത് ബ്രഷാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുക. സോഫ്റ്റ് ആയിട്ടുള്ള വല്ല അഴുക്കൊക്കെ ആണെങ്കിൽ ഞാൻ സോഫ്റ്റ് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യും. നല്ല ഹാർഡായിട്ടുള്ള കറയൊക്കെ ആണെങ്കിൽ ഹാർഡ് ബ്രഷ് കൊണ്ട് യൂസ് ചെയ്ത് അത് നല്ലോണം ഉരച്ച് കളയാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് സോഫ്റ്റ് ബ്രഷിൽ ആദ്യം ശ്രമിക്കും. പോയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഹാർഡ് ബ്രഷ് എടുക്കുക. ഓക്കെ, ചില്ല് അത്യാവശ്യം നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. നല്ലോണം സ്റ്റെയിനൊക്കെ പോയിട്ടുണ്ട്, അധികമൊന്നും ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പതുക്കെ ഇതിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നിറച്ചു. ഞാൻ ഫുള്ള് നിറക്കണില്ല, കാരണം ഫിൽട്രേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലത്തെ കരടും കാര്യങ്ങളൊക്കെ പൊന്തി വന്നിട്ടുണ്ട്, മണലുള്ള കരട്. ചെറിയ കരട് നമുക്ക് നെറ്റിലെടുക്കാൻ പറ്റില്ല. നമ്മൾ ഫിൽറ്റർ ഓൺ ചെയ്തതിന് ശേഷം ഫിൽറ്റർ വലിച്ചെടുക്കുക ചെയ്യും. പിന്നെ ഈ വലിയ വലിയ കരടുകളൊക്കെ നമുക്ക് നെറ്റ് ഉപയോഗിച്ച് വലിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം വലിയ വലിയ കരടുകൾ കാണുന്നതൊക്കെ നമുക്ക് ഇതിലെടുക്കാം. അപ്പോൾ ഞാൻ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. ഫിൽട്രേഷൻ ചെയ്ത് നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ കഴുകി വെച്ചിരുന്ന വോൾക്കാനോ റോക്സ് ഈ അക്വേറിയത്തിലേക്ക് ഇടുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഫിൽട്രേഷൻ എങ്ങനെയാണ് ചെയ്തത്, എന്തൊക്കെ ഉപകരണങ്ങളാണ് ഞാൻ യൂസ് ചെയ്തത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഡെഫിനറ്റായിട്ട് നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കുന്നതാണ്.
ഓക്കെ, എല്ലാവരും അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.